വാസ്കോഡ ഗാമ എന്ന ക്രൂരനെ വെള്ളപൂശുവാനും ഇന്ത്യയിലേക്കുള്ള ജലപാത ആദ്യം കണ്ടെത്തിയ ധീരസാഹസിക നാവികനായും പോർച്ചുഗീസിന്റെ വീരനായകനായും അവതരിപ്പിക്കുവാനും ഇന്റർനെറ്റിൽ ചില വെബ്സൈറ്റുകൾ പൊങ്ങച്ചങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റിയിരിക്കുന്നു. ഒരു സൈറ്റിൽ ഗാമ AD 1500 വിവാഹിതനായി എന്ന് വിവരിക്കുമ്പോൾ മറ്റൊരു സൈറ്റിൽ 1504 ഗാമയുടെ ഒരു പുത്രൻ നാവിക യുദ്ധത്തിൽ മരണമടഞ്ഞെന്നും വിസ്തരിക്കുന്നു. യുദ്ധത്തിൽ മരണമടഞ്ഞ പുത്രന് എത്രയായാലും 4 വയസ്സായിരിക്കില്ലല്ലോ. 1469 പോർച്ചുഗീസിലെ ആലംടെജോ സംസ്ഥാനത്തിലെ സിനസ് എന്ന സ്ഥലത്താണ് ഗാമ ജനിച്ചത്. പ്രസിദ്ധ കുടുംബത്തിലായിരുന്നു ജനനം. അച്ഛൻ പറങ്കിക്കോടതിയിലെ കാവൽ ഭടനായിരുന്നു. ഗാമ പല ഭാഷകളിലും ഫിസിക്സ്, കെമിസ്ട്രി, ജ്യാമിതി, ഗണിതം എന്നീ ശാസ്ത്രങ്ങളിലും പഠിച്ചു. ഗോളശാസ്ത്രവും പഠിച്ചിരുന്നു. 1492 പറങ്കി രാജാവ് ജോൺ രണ്ടാമൻ പോർച്ചുഗലിൽ റെയ്ഡ് നടത്തിയ 5 ഫ്രഞ്ച് കപ്പലുകൾ കീഴടക്കി പ്രതികാരം ചെയ്യാൻ ഗാമ എന്ന സാഹസികനെ നിയോഗിച്ചു. ലിസ്ബണിന് സമീപത്തെ സെന്റുമെൻ എന്ന സ്ഥലത്ത് ഗാമ പോർച്ചുഗൽ രാജാവിന് കൽപ്പിച്ചു നൽകിയ ദൗത്യം ഭംഗിയായി നിറവേറ്റിയത്രേ. 1497 ജനുവരിയിൽ 4 കപ്പലുകളുടെ നായകനായി അവരോധിക്കപ്പെട്ട ഗാമ കിഴക്കൻ രാജ്യങ്ങളിലേക്കുള്ള ജലപാത കണ്ടെത്തുന്നതിന് നിയുക്തനായി. വാസ്കോ, പൗലോ, നിക്കോളോവോ, കൊൽവെൽഹോ എന്നീ 3 ഗാമ സഹോദരന്മാർ 1497 ജൂലൈ 8 ലിസ്ബണിൽ നിന്ന് യാത്ര തിരിച്ചു. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ദ ബെയ്റോ എന്നീ 3 കപ്പലുകളിലെ കപ്പിത്താന്മാരായിരുന്നു 3 ഗാമ സഹോദരന്മാർ. ദീർഘയാത്രയ്ക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ നിറച്ച ചരക്ക് കപ്പലായിരുന്നു 4മത്തേത്. 4 കപ്പലുകൾ ഐതിഹാസികമായ ആ യാത്രയ്ക്ക് തുഴയെറിഞ്ഞു. 1497 നവംബർ 22 ആഫ്രിക്കയുടെ തെക്കേ അറ്റമായ സുപ്രതീക്ഷ മുനമ്പ് ചുറ്റി. 1497 ഡിസംബർ 25 ക്രിസ്മസ് ദിവസം അവർ നഡാൽ തീരത്തെത്തി. 1498 ജനുവരിയിൽ കിഴക്കൻ ആഫ്രിക്കൻ തീരത്തെ സാംബാസി തീരത്തെത്തി. അവിടെ അറബികൾ അവരെ ആക്രമിച്ചുവത്രേ. 1498 മെയ് 20 ഇവർ പൂർവേന്ത്യ തീരത്തുമെത്തിയത്രേ. 1498 ഒക്ടോബർ 5 പറങ്കി നാട്ടിലേക്ക് തിരിച്ചു. 1499 സെപ്റ്റംബറിൽ തിരികെ എത്തി. ഈ യാത്രക്കിടയിൽ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തും ഇന്ത്യയുടെ പശ്ചിമ തീരത്തും ഗാമ ചെയ്തു കൂട്ടിയ സംസ്കാര രഹിത തോന്നിവാസ്യങ്ങളെല്ലാം വെബ്സൈറ്റ് മെനഞ്ഞ പറങ്കി മനഃപൂർവ്വം ഒഴിവാക്കി. 1524 ഡിസംബർ 24 ഗാമ കൊച്ചിയിൽ അന്തരിച്ചു. കൊച്ചി മലബാർ തീരത്താണെന്നാണ് സൈറ്റിലെ വിവരണം. കാരണം പണ്ട് കാലങ്ങളിൽ കേരളം മുഴുവൻ മലബാർ എന്നറിയപ്പെട്ടു. 1539 ഗാമയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി വിഡിഗ്വേറ എന്ന സ്ഥലത്ത് അടക്കം ചെയ്തു. വാസ്കോഡ ഗാമ 1460 സൈനസിൽ ജനിച്ചു. ഒരു നല്ല നാവികൻ എന്ന് കൂടി അറിയപ്പെട്ട പറങ്ങിനാട്ടിലെ ഹെൻറി രാജകുമാരൻ മരിച്ച അതേ വർഷം ഫ്രൈനോയോ പ്രഭുകുമാരന്റെ കുടുംബത്തിലെ ഒരംഗമായിരുന്നു ഗാമയുടെ പിതാവ്. അതിനാൽ ഗാമ ചെറുപ്പത്തിലെ ലിസ്ബൺ നഗരത്തിൽ തന്നെ വളർന്നു. അച്ഛൻ എസ്റ്റിവ ഓ ഗാമയും അമ്മ ഇസ്ബന സോദറുമായിരുന്നു. അവർ മകനെ നല്ല മീൻപിടുത്തക്കാരനും നീന്തൽ വിദഗ്ധനും നാവികനുമാക്കി വളർത്തി. 1484-92 കാലം ഗാമയുടെ വിദ്യാലയ ജീവിതമായിരുന്നു. ഇവോറ പട്ടണത്തിൽ ഗാമ ഗോളശാസ്ത്രവും സമുദ്രശാസ്ത്രവും പഠിച്ചു. കുടുംബത്തിന്റെ പൈതൃകം പോർച്ചുഗീസ് അല്ലെങ്കിലും ഗാമ പോർച്ചുഗൽ ഒഴികെ മറ്റൊരു മാതൃഭൂമിയെ പറ്റി ചിന്തിച്ചു പോലുമില്ല. അച്ഛൻ കുടുംബപരമായി പറങ്കിയും അമ്മ ഇംഗ്ലീഷുകാരിയുമായിരുന്നു. 1484 ഗാമ ഒരു നാവികനായി. 1500 വിവാഹിതനായി. ഭാര്യ കാതറീന. പോർച്ചുഗലിന്റെ സമ്പന്നതയ്ക്കും പ്രസിദ്ധിക്കും ഗാമയായിരുന്നു നിമിത്തമൊരുക്കിയത്. ലിസ്ബൺ നഗരത്തെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രവും ഇന്ത്യൻ സമുദ്രത്തിൽ പറങ്കികളെ ഒരു വലിയ നാവിക ശക്തിയുമാക്കിയത് ഗാമയായിരുന്നു.
1492 ഗാമ പോർച്ചുഗൽ കോളനികളുടെ പ്രതിരോധ നേതൃത്വം ഏറ്റെടുത്തു. ഗിനിയയിലെ പറങ്കി കോളനിയിലെ ഫ്രഞ്ച് ആക്രമണത്തെ തുരത്തി. പിന്നീട് 4 കപ്പലുകളുമായി ഇന്ത്യയിലേക്കുള്ള ജലപാത കണ്ടെത്താൻ യാത്ര തിരിച്ചു. പണ്ട് ബർത്തലോമിയോ ഡയസ് എന്ന യാത്രികൻ സഞ്ചരിച്ച അതേ പാതയിലൂടെ സഞ്ചരിച്ച് ആഫ്രിക്കയുടെ തെക്കേ മുനമ്പ് ചുറ്റി. ഡയസ് തുടങ്ങി വെച്ചത് ഗാമ പൂർത്തിയാക്കി. ഇന്ത്യയിൽ പോയി തിരികെ എത്താൻ 2 വർഷമെടുത്തു. 1498 ഭാരതത്തിലെത്തിയ ഗാമ സുഗന്ധവ്യഞ്ജനങ്ങളും പട്ടും ശേഖരിച്ച് 1499 ലിസ്ബണിൽ തിരിച്ചെത്തി. 2ാം യാത്രയിൽ ഗാമ ചില ആഫ്രിക്കൻ രാജ്യങ്ങളും സന്ദർശിച്ചു. മൊംബാസ, ഇപ്പോഴത്തെ കെനിയ എന്ന ആഫ്രിക്കൻ രാജ്യവുമായി ഗാമ ചില സമാധാന കരാറുകളിൽ ഒപ്പുവെച്ചു. അത്തരത്തിലൊരു കരാർ ആദ്യത്തേതായിരുന്നു. 1502 ഗാമ ഇന്ത്യയിലെ അറബി വ്യാപാര കേന്ദ്രങ്ങൾ തകർത്തു പോർച്ചുഗലിനെ ഒരു വൻ വ്യാപാര ശക്തിയാക്കി. യാത്രാവേളയിൽ കിഴക്കൻ ആഫ്രിക്കയിൽ ഒരു ക്രിസ്തീയ രാജ്യം കണ്ടെത്തിയെന്ന് ഗാമ ലിസ്ബണിൽ വാർത്ത പരത്തി. പ്രിസ്റ്റർ ജോൺ എന്ന രാജാവിന്റെ ഭരണത്തിലെ എത്യോപ്യയെ പറ്റിയായിരുന്നു ഈ വാർത്ത പരത്തിയത്. ആ രാജ്യത്തെ അറബികളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പറങ്കി രാജാവ് ഉടനെ ഒരു സൈന്യത്തെ അവിടേക്ക് നിയോഗിച്ചു. അറബി നാവികർ അവിടെ എത്തിയതിനാൽ എത്യോപ്യ അവരുടെ അഗ്നിവേശ പ്രദേശമാവും. അങ്ങനെ സംഭവിക്കരുതെന്ന് കരുതിയാണ് പറങ്കി രാജാവ് സൈന്യത്തെ നിയോഗിച്ചത്. പോർച്ചുഗലിന്റെ ഐശ്വര്യത്തിനും വ്യാപാര പ്രശസ്തിക്കും കാരണക്കാരനായ ഗാമയെ പോർച്ചുഗലിലെ ജോൺ 3-ാമൻ രാജാവ് 1524 ഭാരതത്തിലെ വൈസ്രോയാക്കി. അതേ വർഷം ഗാമ ഭാരതത്തിലെ അഡ്മിറലുമായി അവരോധിക്കപ്പെട്ടു. 1524 സെപ്റ്റംബറിൽ ഗാമ സ്ഥാനമേറ്റു. അഡ്മിറൽ ഡോം അടക്കം നിരവധി പുരസ്കാരങ്ങളും ഗാമയ്ക്ക് നൽകപ്പെട്ടു. 2 പറങ്കി പട്ടണങ്ങളിൽ നിന്ന് നികുതി പിരിക്കുവാനുള്ള അധികാരപാഠമായ വിഡിഗ്വേറ പോർച്ചുഗൽ എന്ന മാന്യ പ്രഭു പദവിയും ഗാമയ്ക്ക് സർക്കാർ നൽകി. ഗാമ രാജ്യത്തിനു വേണ്ടി കപ്പലോട്ടി. അക്കാലത്ത് പോർച്ചുഗൽ മത്സരിച്ചത് സ്പെയിൻ എന്ന യൂറോപ്യൻ രാജ്യത്തോടായിരുന്നു. കൊളംബസ് പശ്ചിമ തീരത്തേക്ക് യാത്ര ചെയ്തിട്ടും സ്പെയിൻ എന്ന രാജ്യത്തിന് അതുകൊണ്ട് നേട്ടമുണ്ടായില്ല. എന്നാൽ വാസ്കോ ഡ ഗാമ പോർച്ചുഗലിനെ കീർത്തിയിലും ഐശ്വര്യത്തിലും എത്തിച്ചു. ഐശ്വര്യത്തിനുള്ള സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിൽ ക്രിസ്റ്റഫർ കൊളംബസ് പരാജയപ്പെട്ടു. ഗാമ ജയിച്ചു. ഗാമയുടെ 2 യാത്രകൾക്കിടയിൽ കുറെ പറങ്കികൾ സ്കർവി രോഗത്താൽ മരിച്ചതായിരുന്നു പറങ്കി നാടിന് നേരിടേണ്ടി വന്ന നഷ്ടം. എന്നാൽ വസ്തുത മറ്റൊന്നാണ്. പറങ്കി സേനാംഗങ്ങൾ സാമൂതിരി സൈന്യത്തോട് ഏറ്റുമുട്ടി മരിച്ചത് ഗാമ സ്കർവിയുടെ കണക്കിൽ എഴുതിത്തള്ളി എന്നതാണ് സത്യം. ബർത്തലോമിയ ഡയസ് പോയ മാർഗത്തിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെത്തി മലിന്തി തുറമുഖത്ത് നിന്ന് മറ്റൊരു വഴികാട്ടിയെ തരപ്പെടുത്തി ഭാരതത്തിലെത്തിയ ഗാമ സത്യത്തിൽ ക്രൂരതയുടെ എക്കാലത്തെയും വലിയ മാതൃകയായിരുന്നു എന്നല്ലാതെ ഒന്നും പുതുതായി കണ്ടെത്തിയിരുന്നില്ല എന്നതാണ് ചരിത്ര സത്യം. എന്നാൽ ഗാമയെ പുകഴ്ത്തുകയും ഇകഴ്ത്തുകയും ചെയ്ത വെബ്സൈറ്റുകളുടെ കമന്റ് കാണുക. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ ആഫ്രിക്കൻ രാജ്യങ്ങളിലും പോയിരുന്നു. ഈ യാത്രകൾക്കിടയിൽ അയാൾ ഏറ്റവും വലിയ നാവികൻ തന്നെയായിരുന്നുവെന്നും പോയ നാടുകളിലെ നാട്ടുകാരിൽ ആരും തന്നേക്കാൾ വലിയവരായില്ലെന്നും കരുതി. നാട്ടുകാരെ അയാൾ വെറുത്തില്ല. അവരെക്കാൾ നല്ലത് താൻ തന്നെയെന്ന് കരുതി. പറങ്കികൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇറങ്ങിയപ്പോൾ ആദ്യമൊക്കെ ആ നാട്ടുകാർ പറങ്കികളോട് സഹകരിച്ചിരുന്നു. അവരോടൊപ്പം നൃത്തം ചെയ്തിരുന്നു. ഗാമ തന്റെ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി അവിടങ്ങളിൽ സ്മാരകങ്ങൾ പണിതു. ഗാമ കൂടുതൽ അവിടങ്ങളിൽ തങ്ങിയത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പറങ്കികൾ സ്ഥലം വിട്ടപ്പോൾ അവർ പണിതുയർത്തിയ സ്മാരകങ്ങളും നാട്ടുകാർ ചരിത്രമാക്കിയതിന് കാരണം പറങ്കികളുടെ അധപ്പതിച്ച സദാചാര നിലവാരമായിരുന്നു. ഇന്ത്യയിലെത്തിയപ്പോൾ ജനങ്ങൾ ഗാമയെ സ്വീകരിച്ചു. കസേരയിലിരുത്തി രാജസന്നിധിയിലേക്ക് ഗാമയെ നാട്ടുകാർ ചുമന്നുകൊണ്ടുപോയി. കൊമ്പുകുഴലൂത്തുകളും ചെണ്ടമേളങ്ങളുമായി അവർ ഗാമയ്ക്ക് സ്വാഗതമോദി. തൊലിവെളുത്ത പറങ്കികളെ അവർ ആശ്ചര്യത്തോടെ കണ്ടു. എന്നാൽ ഗാമ രാജസന്നിധിയിലെത്തി വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകിയപ്പോൾ നാട്ടുകാർ ഇലഭ്യരായി.
ആദ്യം സ്തുതിപ്പാടിയവർ പിന്നീട് പുച്ഛിച്ചു തുപ്പി. ഗാമ ഏതാനും വ്യാപാര വസ്തുക്കളും സുഗന്ധവ്യഞ്ജനങ്ങളും തരപ്പെടുത്തി സ്ഥലം വിട്ടു. അവയ്ക്കൊക്കെ വ്യാപാര നികുതി നൽകണമെന്നറിഞ്ഞ് ക്ഷുഭിതനായ ഗാമ നികുതി നൽകാതെ ഏതാനും നാട്ടുകാരെ പിടിച്ചു കപ്പലിൽ തടവിലാക്കി. ഇനിയും നികുതി ചോദിച്ചാൽ കൂടുതൽ നാട്ടുകാർ എന്റെ കപ്പലിൽ ബന്ദികളാകും എന്നൊരു താക്കീതും നൽകി. 1502 വീണ്ടും ഇന്ത്യയിലേക്ക് പോയ ഗാമ യാത്രാമധ്യേ ചില ആഫ്രിക്കൻ രാജ്യങ്ങളും സന്ദർശിച്ചു. അവിടങ്ങളിലും ഇന്ത്യയിലും നിരപരാധികളായ ഒട്ടേറെ മുസ്ലിങ്ങളെ നിഷ്കരുണം വധിച്ചു. അതിനാൽ ഇന്ത്യക്കാർ ഗാമയ്ക്കെതിരെ പടയ്ക്കിറങ്ങി. ഗാമ നല്ലവനായിരുന്നു, കൂടാതെ ചീത്തയുമായിരുന്നു. ഇതാണ് എന്റെ നിഗമനം. കാരണം ഭാരതത്തിലും ആഫ്രിക്കയിലും യാത്ര ചെയ്ത് അവിടങ്ങളിൽ പറങ്ക്യ വ്യാപാരത്തിന് മേൽവിലാസമുണ്ടാക്കിയ വകയിൽ ഗാമ നല്ലവനായിരുന്നു. എമ്പാടും കാപ്പിരികളെയും മുസ്ലിങ്ങളെയും അറബികളെയും ഭാരതീയരെയും വധിച്ച ഗാമ ക്രൂരനും കാപാലികനുമായിരുന്നു. അയാളുടെ ക്രൂര സ്വഭാവം കാരണം പുറംലോകത്ത് പോർച്ചുഗൽ കുപ്രസിദ്ധയായി. ഗാമ എപ്പോഴും എല്ലാറ്റിന്റെയും അധിപൻ തന്നെയായിരിക്കണമെന്ന് മോഹിച്ചു. സമുദ്രയാത്രയിൽ ക്യാപ്റ്റനായതിനാൽ ഗാമ സന്തുഷ്ടനായി. എല്ലാ കാര്യങ്ങളും ആസൂത്രിതമായിരിക്കണമെന്ന കണിശക്കാരനായിരുന്നു ഗാമ. കീഴാളരിൽ ആരും അയാളെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. പോർച്ചുഗൽ രാജാവിനൊഴികെ മറ്റാർക്കും കീഴിലാവാൻ ഇഷ്ടപ്പെടാത്ത ഗാമയെ നല്ല മനുഷ്യനായി കാണാൻ കഴിയില്ല. പോർച്ചുഗലിന്റെ കീർത്തിയും വലിപ്പവും പ്രദർശിപ്പിക്കാൻ അയാൾ നിരവധി നിരപരാധികളെ കൊന്നൊടുക്കി. ആ വിധമുള്ള വ്യക്തിത്വത്തെ നല്ലവരായി കാണാൻ കഴിയില്ല. ചരിത്രത്തിലായാലും വർത്തമാനകാലത്തായാലും എല്ലാ അതിക്രമങ്ങളും ചെയ്തു കൂട്ടിയ ഗാമ ഭാര്യയോടും 6 പുത്രന്മാരോടൊപ്പം സുഖമായി കഴിയുമ്പോഴായിരുന്നു 1524 ജോൺ മൂന്നാമൻ രാജാവ് അയാളെ പറങ്കി വൈസ്രോയിയായി പദവിയിൽ വീണ്ടും ഇന്ത്യയിലേക്ക് അയച്ചത്. വിശ്രമ ജീവിതം നയിക്കാനുള്ള ഗാമയുടെ തീരുമാനം അതുവഴി നടക്കാതെ പോയി. ഇന്ത്യയിലെത്തി അധിക നാൾ കഴിയും മുമ്പ് 1524 ഡിസംബർ 24 കൊച്ചിയിൽ മരണപ്പെട്ടു. കൊച്ചിയിൽ അടക്കം ചെയ്യപ്പെട്ട ശേഷം 1539 കുഴി മാന്തിയെടുക്കപ്പെട്ട ഗാമയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ പോർച്ചുഗലിലെ വിഡിഗറിലെ ചാപ്പയിൽ ഒരുക്കിയ പ്രത്യേക കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. ഗാമയുടെ യാത്രകൾ അത്രയും പ്രസിദ്ധമായിരുന്നു. അതിലെ ഒന്നാമത്തെ യാത്ര 1497 ജൂലൈ 18 ലിസ്ബണിൽ നിന്ന് തുടക്കം. ഒപ്പം 4 കപ്പലുകൾ. ഡിസംബർ 16 സുപ്രതീക്ഷ മുനമ്പ് ചുറ്റി ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തെത്തി. അവിടെ അവർ തങ്ങിയ സ്ഥലത്തിന് നഡാൽ തീരം എന്ന് പേരിട്ടു. ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് തങ്ങിയ ഗാമ നാട്ടുകാരുമായി പിണങ്ങി അവർക്കെതിരെ പീരങ്കിയുണ്ട വർഷിച്ചു മടങ്ങി. മൊംബാസയുടെ തീരങ്ങളിൽ അറബിക്കപ്പലുകൾ ഗാമ കൊള്ളയടിച്ചു. വീണ്ടും കിഴക്കൻ തീരത്തുകൂടെ നീങ്ങിയ ഗാമ വടക്കോട്ട് യാത്ര ചെയ്ത് മിലന്തി തീരത്തെത്തി. അവിടുത്തുകാരും മൊംബാസികാരും ശത്രുതയിലായിരുന്നു. ഗാമ മിലന്തിക്കാരുമായും ഭരണാധികാരിയുമായും ചങ്ങാത്തത്തിലായി. അവിടെയാണ് ഗാമ ആദ്യമായി അറബി നാവിക വ്യാപാരികളെ കണ്ടുമുട്ടിയത്. അവരുടെ കൂട്ടത്തിലെ പ്രശസ്ത വ്യാപാരിയായ ഇബ്നു മാജിദുമായി ഗാമ പരിചയപ്പെട്ടു. ഇന്ത്യയിലേക്കുള്ള വഴിയും അവിടുത്തെ കാലാവസ്ഥയും കപ്പൽ യാത്രയ്ക്കുള്ള ജലപാതയും എല്ലാം അറിയുന്ന പ്രശസ്ത നാവികനായിരുന്നു ഇബ്നു മാജിദ് എന്ന അറബി. അയാളിൽ നിന്ന് കാറ്റിന്റെ ഗതിയും എല്ലാം മനസ്സിലാക്കി ഗാമ യാത്ര തിരിച്ചപ്പോൾ ഗുജറാത്തുകാരനായ ദവാന എന്ന വഴികാട്ടിയെയും ഗാമ ഒപ്പം കൊണ്ടുപോയി എന്നൊരു സത്യം ഇവിടെ വ്യക്തമാക്കുന്നില്ല. 1498 മെയ് 20 കോഴിക്കോടെത്തി. 1499 സെപ്റ്റംബറിൽ തിരികെ എത്തി. ഈ മടക്കയാത്രയിൽ ഗാമയുടെ സഹോദരൻ പൗലോ ദ ഗാമ മരിച്ചു. വാസ്കോ ഡ ഗാമയുടെ രണ്ടാം യാത്ര 1502 ഫെബ്രുവരി 12 20 യുദ്ധക്കപ്പലുകളുമായി യാത്ര തുടങ്ങി. അതിനു 2 വർഷം മുമ്പ് കെബ്രാൾ ഭാരതത്തിൽ പോയി ഒട്ടേറെ ചരക്കുകളുമായി തിരികെ എത്തിയിരുന്നു. ഈ യാത്രയിൽ ഗാമ ഒരു സ്ഥലത്ത് വെച്ച് മക്കയിൽ നിന്ന് തിരികെ പോവുകയായിരുന്ന 380 പേരടങ്ങിയ കപ്പൽ കൊള്ള ചെയ്ത് അതിലെ മുഴുവൻ പേരെയും കൊന്ന് കപ്പൽ തീ കൊളുത്തി മുക്കി. മരിച്ച ഹതഭാഗ്യരിൽ നിരവധി പേർ കുട്ടികളും സ്ത്രീകളുമായിരുന്നു. നിരവധി അറബി കപ്പലുകളെ ആഫ്രിക്കൻ തീരങ്ങളിൽ ഗാമ കൊള്ളയടിച്ചു.
കോഴിക്കോട്ടുകാരുടെ 29 കപ്പലുകൾ ഗാമ ഒറ്റയ്ക്ക് കൊള്ളയടിച്ചു. കൊള്ള മുതലുകളുമായി 1503 സെപ്റ്റംബറിൽ തിരികെ എത്തിയ ഗാമയ്ക്ക് പുതിയ സ്ഥാനമാനങ്ങൾ നൽകപ്പെട്ടു. ഗാമയുടെ 3ാം യാത്ര. പറങ്കി താൽപര്യങ്ങൾക്ക് ഇന്ത്യയിൽ മങ്ങലേറ്റപ്പോൾ പ്രശ്ന പരിഹാരത്തിനാണ് ഗാമ 3ാം തവണ വൈസ്രോയി പദവിയിൽ 1524 ഭാരതത്തിലെത്തിയത്.